എൻ്റെ കൂട്ടുകാർക്കെല്ലാം കുഞ്ഞീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കിച്ചണിൽ കാണിക്കുന്നത് കുത്തിയ ഗോതമ്പും പാലും പാൽപ്പൊടിയും വെച്ച് ഒരു അടിപൊളി അലിസ ഉണ്ടാക്കാലോ. ഞാനിപ്പോൾ 1.5 കിലോ കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഗോതമ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളവും പറന്ന് മൂടി വെക്കുന്നുണ്ട്. രാവിലെയാണ് ഇനിയിപ്പോൾ ഈ ഗോതമ്പ് അലിസ വെക്കാൻ എടുക്കുക. രാവിലത്തെ എൻ്റെ നാസ്ത പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് രാത്രി പുതിർത്തി വെച്ച ആ വെള്ളത്തോടുള്ള ഗോതമ്പ് അതിലേക്ക് തട്ടി കൊടുക്കുക. കൂടെ തന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു പാക്കറ്റ് പാലും പൊട്ടിച്ച് പാർന്നു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഗ്യാസ് ഓണാക്കി അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഗോതമ്പായതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഗോതമ്പ് 1/4 വേവ് ആയതിന് ശേഷം കുറച്ച് പാൽപ്പൊടി എടുത്ത് 1 ഗ്ലാസ് ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു പേക്ക് പാലും കൂടി പൊട്ടിച്ച് പാർന്നതിന് ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് അസ്നൻ്റെ എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുള്ള അലിസയാണ്. അതുകൊണ്ട് ഇപ്പോൾ അണ്ടിയും മുന്തിരിയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഗീ ഇതിൻ്റെ മേലേൽ മെൽറ്റ് ചെയ്തിട്ട് പാർന്നു കൊടുക്കുന്നുണ്ട്. കണ്ണൂർക്കാർക്ക് എൻഗേജ്മെൻറ്റ് പരിപാടിക്കെല്ലാം മുട്ടമാല അലിസ ഇതൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ട് മുട്ടമാലയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മുട്ടമാലൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് കണ്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അലിസ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ മെൽറ്റ് ചെയ്ത് അണ്ടിയും മുന്തിരി ഇട്ടിട്ട് അതിൻ്റെ മേലിൽ തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ടിട്ടാണ് അലിസ കഴിക്കുക. നല്ല ടേസ്റ്റുള്ള അലിസയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അലിസ ഉണ്ടാക്കി നോക്കൂ. അങ്ങനെ സ്വാദിഷ്ടമായ അലിസ റെഡിയായി. ഇനി മുട്ടമാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ 60 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 50 ലഗോൺ മുട്ടയും 10 താറാവ് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിക്കണം. മുട്ടൻ്റെ മഞ്ഞ ഇട്ട് കൊടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുട്ടൻ്റെ മഞ്ഞ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മുട്ടമാലക്ക് താറാവ് മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് അത് പൊട്ടിച്ച് പാർന്നു കൊടുക്കണേ. കാരണം ചൂട് കാരണം താറാവ് മുട്ട വേഗം കേടായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് അതിന് ശേഷം എണ്ണമയം ഒട്ടുമില്ലാത്ത ഒരു പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം പാർന്നു കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലോണം മെൽറ്റ് ചെയ്യാൻ വെക്കുക. ഈ കാണിക്കുന്നത് മുട്ടൻ്റെ വെള്ളയാണ്. അതിനുശേഷം മുട്ടൻ്റെ മഞ്ഞ 1 സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്യാൻ വെച്ച പഞ്ചസാര പാനിയിലേക്ക് മുട്ടൻ്റെ മഞ്ഞ ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കണേ. മുട്ടൻ്റെ മഞ്ഞ കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മേലിൽ തൂമിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാലയ്ക്ക് നല്ല ഉറപ്പ് കിട്ടും. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണേ. മാലയ്ക്ക് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അതിൻ്റെ മേലിൽ ബദാം വിതറി കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടൻ്റെ വെള്ളം വെച്ചിട്ട് കുഞ്ഞാണത്തപ്പം ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് മുട്ടൻ്റെ വെള്ളം പാർന്നു കൊടുക്കുക. കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ മാല ഉണ്ടാക്കിയ ആ പഞ്ചസാര പാനി പാർന്നു കൊടുക്കുക. കൂടെ തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർത്താൽ മുട്ടൻ്റെ വെള്ളക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല വൈറ്റ് കളറും കിട്ടും. കുഞ്ഞാണത്തപ്പം ഞാൻ ഉണ്ടാക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ്. സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ പിശുക്ക് കാണിക്കാണ്ട് നല്ലോണം ഗീ തടവി കൊടുക്കുക. എന്നിട്ട് മുട്ടൻ്റെ വെള്ളം അതിൽ പാർന്നിട്ട് ആവിച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. എൻ്റെ പുതിയ കൂട്ടുകാർക്കെല്ലാം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബ് കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ